നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനലിൽ CBSE ന്യൂ സിലബസ് പ്രകാരം ക്ലാസ് 9ലെ വീഡിയോസാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ് 9ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നൽകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്. ഇവിടെ കോർഡിനേറ്റ് സിസ്റ്റം എന്താണ്, കോർഡിനേറ്റ് പ്ലെയിൻ എന്താണ്, അതുപോലെ തന്നെ ഒരു ഗ്രാഫ് പേപ്പറിൽ കോർഡിനേറ്റ് പ്ലെയിൻസ് മീൻസ് അതായത് ഒരു ഗ്രാഫ് പേപ്പറാണ്. ആ ഗ്രാഫ് പേപ്പറിൽ ഒരു പോയിന്റിൻ്റെ ഒരു പൊസിഷൻ കറക്റ്റ് നമ്മൾക്ക് എങ്ങനെ അടയാളപ്പെടുത്താൻ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിനൊക്കെ കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. കാർട്ടീഷ്യൻ പ്ലെയിൻ, സ്ട്രക്ചർ ഓഫ് കോർഡിനേറ്റ് പ്ലെയിൻ. കാർട്ടീഷ്യൻ പ്ലെയിൻ തന്നെയാണ്, അതിൻ്റെ വേറൊരു പേരാണ് കോർഡിനേറ്റ് പ്ലെയിൻ. ഈ കോർഡിനേറ്റ് പ്ലെയിൻ അതായത് ഒരു ഗ്രാഫ് പേപ്പറാണ്. ഈ ഗ്രാഫ് പേപ്പറിലാണ് നമ്മൾ ഒരു പോയിന്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. ആ പൊസിഷൻ ഒരു കോർഡിനേറ്റിന്റെ രീതിയിലാണ്, അതായത് കോർഡിനേറ്റ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കോർഡിനേറ്റ്സ് മീൻസ് അതിന്റെ ഒരു പോയിന്റിന്റെ പൊസിഷൻ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിനെയാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതിന് 2 നമ്പർ ലൈൻസിന്റെ നമ്പർ ലൈൻ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഇവിടെ 0 എന്ന് അടയാളപ്പെടുത്താം, സെൻട്രലായിട്ട് 0 എന്ന് അടയാളപ്പെടുത്താം. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകും തോറും പോസിറ്റീവ് നമ്പർ ആയ 1, 2, 3 പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക്, ഈ 0യുടെ ലെഫ്റ്റിലേക്കാണ് -1 നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത്. -1, -2, -3 ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇങ്ങനെ നമ്പർ ലൈൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്പർ ലൈൻ ഇത് 1 ഡയമെൻഷണൽ പ്ലെയിനിലാണ് ഈ ഒരു 1 നമ്പർ ലൈൻ നമ്മൾ വരക്കുന്നത്. ഇത് ഹൊറിസോണ്ടൽ നമ്പർ ലൈൻ ആണ്. ഇതിനെ നമ്മൾക്ക് എക്സ് ആക്സിസ് എന്ന് വിളിക്കാം. ഹൊറിസോണ്ടൽ നമ്പർ ലൈനെ എക്സ് ആക്സിസ് എന്ന് വിളിക്കാം. ഇതിന്റെ സെൻട്രൽ ഈ 0യിലൂടെ നമ്മൾ വേറൊരു വെർട്ടിക്കലായിട്ട് ഒരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഈ ഒരു 0യിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വെർട്ടിക്കൽ നമ്പർ ലൈൻ്റെയും 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ് ഇതിൻ്റെയും 0 വരുന്നത്. വെർട്ടിക്കൽ നമ്പർ ലൈൻ്റെയും 0 ഇവിടെ തന്നെയാണ്, ഈ ഒരു പോയിന്റ് തന്നെയാണ് 0 വരുന്നത്. ദെൻ ഇതിന്റെ അപ്വേർഡിലേക്ക് പോകും തോറും, ഇതിന്റെ മുകളിലേക്ക് പോകും തോറും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. 1, 2, 3 കണ്ടിന്യൂസ് ആയിട്ട് പോകും. ദെൻ ഇതിന്റെ ഡൗൺവേർഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. -1, -2, -3, -4 ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇതിനെ ഒരു ഗ്രാഫ് പേപ്പറിലേക്കാണ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. ഇതിനെയാണ് കോർഡിനേറ്റ് പ്ലെയിൻ, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇതിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് XY പ്ലെയിൻ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. XY പ്ലെയിൻ എന്നുകൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. XY പ്ലെയിൻ. ഹൊറിസോണ്ടൽ, ഇതിൽ ഹൊറിസോണ്ടൽ ലൈൻ ആണ് എക്സ് ആക്സിസ് എന്നറിയപ്പെടുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ആണ് എക്സ് ആക്സിസ്. ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഇതിനെ ഇന്റർസെക്റ്റ്, ഇതിനെ 0യിൽ, ഹൊറിസോണ്ടൽ ലൈൻ്റെ 0യിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്, രണ്ടിൻ്റെയും 0 എന്നുള്ള പോയിന്റിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്റ്റ് ചെയ്യുന്നത് 0 എന്നുള്ള പോയിന്റിലാണ്. സോ അപ്പോൾ ഇവിടെയുള്ള കോർഡിനേറ്റ് വരുന്നത് 0, 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആൻഡ് വൈ ആക്സിസിലെ കോർഡിനേറ്റ് ആയ 0യും ഈ ഒരു പോയിന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് 0, 0 എന്ന് വരുന്നത്. സോ വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്, ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ആക്സിസ്, ഈ രീതിയിലാണ് ഇത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈ 0 എന്നുള്ള ഈ ഒരു പോയിന്റിനെ നമ്മൾ ഒറിജിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. ഒറിജിനെ ഡിനോട്ട് ചെയ്യുന്നത് O എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഒറിജിനെ ഡിനോട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഒറിജിൻ്റെ കോർഡിനേറ്റ് 0 0 ആയിരിക്കും. ബിക്കോസ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് നമ്പർ ലൈനും എക്സ് ആക്സിസും വൈ ആക്സിസും ഈ ഒരു പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് അതിൻ്റെ യൂണിറ്റ് 0 ആണ്. എക്സ് ആക്സിസിലും 0, അതുപോലെ തന്നെ വൈ ആക്സിസിലും അവിടെ 0 ആണ് വരുന്നത്. സോ എക്സ് കോർഡിനേറ്റ് 0 ആൻഡ് വൈ കോർഡിനേറ്റ് 0. ഇതാണ് ഒറിജിൻ ഓഫ് 0 0. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത്, ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബി, അതിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട് ബി ആണ്. ബി 4.5,0. ഇതെങ്ങനെ 4.5 കിട്ടി എന്ന് നോക്കാം. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് 4.5, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് ആണ് 0. എക്സ് കോർഡിനേറ്റ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്, ദെൻ സെക്കൻഡ് ആണ് വൈ കോർഡിനേറ്റ് വരുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4.5 ആണ്. ഈ ഒരു പോയിന്റിന്റെ പൊസിഷനിൽ എക്സ് ആക്സിസിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് എക്സ് ആക്സിസിലെ യൂണിറ്റ് നോക്കുക. ഇവിടെ വരെയുള്ള യൂണിറ്റ് 1 ആണ്, ദെൻ 2, 3, 4, ദെൻ 4നും 5നും മിഡിലായിട്ടാണ് വരുന്നത്, സെൻറ്ററിലായിട്ടാണ് പോയിന്റ് വരുന്നത്. സോ 4 പോയിന്റ് ഇത് ഹാഫ് ആണ്, ദാറ്റ് ഈസ് 0.5, 4.5. ദെൻ വൈ കോർഡിനേറ്റ്, എങ്ങനെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം? ഈ ഒരു പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക് നോക്കുക. വൈ ആക്സിസിലേക്ക് നോക്കുമ്പോൾ അത് ഏത് യൂണിറ്റിലാണ് എത്തിച്ചേരുന്നത്? 0 എന്നുള്ള നമ്പറിൽ 0 എന്നുള്ള യൂണിറ്റിലാണ് എത്തിച്ചേരുന്നത്. ദാറ്റ് ഈസ് വൈ കോർഡിനേറ്റ് ഈസ് 0. ഈ രീതിയിലാണ് ഇതിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നത്, പോയിന്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. സോ നെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടെ വൈ ആക്സിസിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 0 and 4. ഇവിടെ വൈ എച്ചിൻ്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത്, എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ എച്ച് ഈ ഒരു പോയിന്റ് ആണ്. ഇതിൻ്റെ നെയിം എച്ച് എന്ന നെയിം കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിനാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. എക്സ് ആക്സിസിലേക്ക് നമ്മൾ നോക്കുക. എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വരുന്നത്, ഇതിൻ്റെ നേരെ വരുന്നത് 0 എന്നുള്ള യൂണിറ്റിലേക്കാണ് വരുന്നത്. ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് ഈസ് 0 ആൻഡ് വൈ കോർഡിനേറ്റ് ഇവിടെ ഏതാണ്? വൈ ആക്സിസ് തന്നെയാണ് ഇത് വരുന്നത്. സോ 4ലാണ് ഈ പോയിന്റിന്റെ പൊസിഷൻ 4ലാണ് കിടക്കുന്നത്. സോ വൈ കോർഡിനേറ്റ് ഈസ് 4. ദെൻ ഇതേ രീതിയിൽ നമ്മൾക്ക് ഈ ഒരു പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്താം. ദെൻ ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ഇതിൻ്റെ നെയിം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ആണ് വേണ്ടത്. ഈ ഒരു പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് നോക്കുക, അതായത് ഹൊറിസോണ്ടൽ ലൈനിലേക്ക് നോക്കുമ്പോൾ താഴേക്ക് വരയ്ക്കുമ്പോൾ ഏതാണ് കിട്ടുക? 4 ആണ് വരുന്നത്. 4ലാണ് വരുന്നത്. 4ലാണ് ഇത് എത്തിച്ചേരുന്നത്. സോ എക്സ് കോർഡിനേറ്റ് ഈസ് 4. ദെൻ ഇതിൽ നിന്നും വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു യൂണിറ്റ് ആണ് 3യിലേക്കാണ് എത്തുന്നത്. 3 എന്നുള്ള നമ്പറിലേക്കാണ് വരുന്നത്. സോ വൈ കോർഡിനേറ്റ് ഈസ് 3. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4, വൈ കോർഡിനേറ്റ് 3 ആണ്. ഈ രീതിയിൽ നമ്മൾക്ക് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എവിടെയാണെന്ന് നോക്കാം. എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ എവിടെ എത്തിച്ചേരും? 5 എന്നുള്ള -5ലാണ് വരുന്നത്. -5 ആണ് കിട്ടുന്നത്. സോ -5 ആണ് ഇവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്, -5. ദെൻ നെക്സ്റ്റ് വൈ കോർഡിനേറ്റ് ഈ പോയിന്റിൽ നിന്നും വൈ ആക്സിസിലേക്ക് വരയ്ക്കുക.
ജസ്റ്റ് വരക്കണമെന്നില്ല, ജസ്റ്റ് ആ ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾക്കത് അതിൻ്റെ എത്രയാണ് യൂണിറ്റ് എന്ന് കിട്ടും. സോ ഇവിടെ 5 ആണ്. y coordinate is 5. Then x coordinate -5, y coordinate is 5 ആണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഏത് പോയിന്റ് തന്നാലും അത് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഈ ഒരു റൈറ്റ് ആംഗിൾ വരക്കുന്ന ഈ ഒരു റൈറ്റ് ആംഗിൾ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ നമ്മൾക്ക് ലഭിക്കും. ഈ ഒരു പോർഷനെ നമ്മൾക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വിളിക്കാം. ഇതിനെ അറിയപ്പെടുന്നതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അതായത് ഇതിന് 4 ക്വാഡ്രന്റ് ആണുള്ളത്. 4 പാർട്ടായിട്ട് ഇത് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് റൈറ്റ് ആംഗിൾ ആയിട്ട് വരുമ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് റൈറ്റ് ആംഗിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോരോ പാർട്ടിനെയും നമ്മൾ അറിയപ്പെടുന്നത് ക്വാഡ്രന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ആൻഡ് ഇതായിരിക്കും സെക്കൻഡ് ക്വാഡ്രന്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു പോർഷനാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ദെൻ ഇതാണ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ഓരോരോ ക്വാഡ്രന്റിലും ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇതിന് വരുന്ന കോർഡിനേറ്റ്സിന്റെ അതിന് സൈൻ ഉണ്ടാവും. ഇത് രണ്ടും പോസിറ്റീവ് സൈൻ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ 4ഉം 3ഉം പോസിറ്റീവ് സൈൻ ആണ് ഇവിടെ വരുന്നത്. കാരണം എക്സ് ആക്സിസ് പോസിറ്റീവ് നമ്പർ ആണുള്ളത്, അതുപോലെ തന്നെ വൈ ആക്സിസ് പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന കോർഡിനേറ്റിലെ നമ്പേഴ്സിന്റെ സൈന് പോസിറ്റീവ് ആണ്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്സും രണ്ടും എന്താണ്? പോസിറ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ എക്സ് ആക്സിസിൽ എന്താണ്? മൈനസ് ആണ്. മൈനസ് സൈൻ ആണ് വരുന്നത്, അതായത് നെഗറ്റീവ് സൈൻ ആണ് വരുന്നത്. സോ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സൈൻ ആണ് വരുന്നത്. ദെൻ വൈ കോർഡിനേറ്റിൽ നോക്കുമ്പോൾ അത് വൈ ആക്സിസിലാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് വൈ ആക്സിസിൽ പോസിറ്റീവ് നമ്പർ ആണ് ഇവിടെ ഉള്ളത്. സോ വൈ കോർഡിനേറ്റിലെ നമ്പേഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ആൻഡ് പ്ലസ്. ദെൻ തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സൈൻ നെഗറ്റീവ് ആണ്. ദെൻ വൈ ആക്സിസിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് വൈ കോർഡിനേറ്റും മൈനസ് ആണ്. അപ്പോൾ 2 നെഗറ്റീവ് ആണ് വരുന്നത് ഇവിടെ. ദെൻ ഫോർത്ത് ക്വാഡ്രന്റ് എടുക്കുമ്പോൾ എക്സ് ആക്സിസ് പോസിറ്റീവ് ആണ്. എക്സ് കോർഡിനേറ്റ് വരുന്നത് എക്സ് ആക്സിസിൽ പോസിറ്റീവ് നമ്പർ ആണ്. സോ സൈൻ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് വൈ ആക്സിസിലേക്ക് നോക്കുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. സോ സൈൻ ഇവിടെ വരുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ പോസിറ്റീവ് നെഗറ്റീവും ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒറിജിൻ O എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഒറിജിനിന്റെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, അതുപോലെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ദെൻ ഈ ഒറിജിനിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്പേഴ്സ് പോസിറ്റീവ് ആണ്. അതായത് എക്സ് ആക്സിസിലെ നമ്പേഴ്സ് പോസിറ്റീവ് ആണ് റൈറ്റിലേക്ക് പോകുമ്പോൾ. ദെൻ ഒറിജിനിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എക്സ് ആക്സിസിലെ നമ്പേഴ്സ് നെഗറ്റീവും ആയിരിക്കും. ദെൻ ഒറിജിനിൽ നിന്നും ഓയിൽ നിന്നും അപ്വേർഡിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമ്പർ പോസിറ്റീവ് ആണ്. ആൻഡ് ഒറിജിനിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഡൗൺവേർഡിലേക്ക് പോകുമ്പോൾ നമ്പർ നെഗറ്റീവും ആയിരിക്കും. ഹൊറിസോണ്ടൽ ലൈനെയാണ് എക്സ് ആക്സിസ് എന്നറിയപ്പെടുന്നത്, വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ് എന്നറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ അതുപോലെ തന്നെ ഇത് ഈ ഒരു എക്സ് ആക്സിസ്
തന്നെയാണ് പോയിന്റ് വരുന്നതെങ്കിൽ, എക്സ് ആക്സിസ് എന്നുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അതിവിടെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് ആൻഡ് വൈ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് 0. ഈ രീതിയിലാണ് വരുന്നത്. എക്സ് ആക്സിസിലാണെങ്കിൽ എക്സ് എക്സ് കോർഡിനേറ്റ് ചേഞ്ച് വരും, ബട്ട് വൈ കോർഡിനേറ്റിന് ചേഞ്ച് വരുന്നില്ല, അത് 0 തന്നെ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ കോർഡിനേറ്റ് ഒരു പോയിന്റ് വൈ ആക്സിസിലാണെങ്കിൽ കോർഡിനേറ്റ് വരുന്നത് എക്സ് കോർഡിനേറ്റ് വരുന്നത് 0യും അതിന് ചേഞ്ച് വരുന്നില്ല, അത് 0 ആയിരിക്കും. വൈ ആക്സിസിലാകുമ്പോൾ വൈ കോർഡിനേറ്റിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, വൈ കോർഡിനേറ്റ് ചേഞ്ച് വരാം. സോ ഇതിൻ്റെ കോർഡിനേറ്റ് 0, വൈ. അതായത് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് എക്സിൻ്റെ വാല്യൂ, എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, 0 തന്നെ ആയിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്. ദെൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ദിവസം വരാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. Thank you.